ദൈവനാമത്തിൽ വന്ദനം. പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ പൗരോഹിത്യം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി മറ്റൊരു വിഷയം നാം പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന വിഷയം നന്നായി മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ദ്രൈവനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ചിലരുടെ അഭിപ്രായത്തിൽ നീ ഏലിയാവാണ്. ചിലർ പറയുന്നു നീ ഇരമ്യാവാണ്. മറ്റു ചിലർ പറയുന്നു നീ പഴയ നിയമ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഈ ചോദ്യം കേട്ടയുടൻ തന്നെ പത്രോസ് അതിന് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ മറുപടി പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പൗരോഹിത്യം സ്ഥാപിക്കുവാൻ, വിശേഷിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ തലവനാണ് മാർപ്പാപ്പ എന്ന് സ്ഥാപിക്കുവാൻ, പത്രോസിന്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ എന്ന് സ്ഥാപിക്കുവാൻ ഈ വാക്യങ്ങൾ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നു. പാത്രിയാക്കീസാണ് സഭയുടെ തലവൻ എന്ന് തെളിയിക്കുവാനായി പാത്രിയാക്കീസ് പക്ഷം ഈ ഭാഗം ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ ശരിയായ അർത്ഥം? ആ വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത്. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത്. എന്തുകൊണ്ടാണ് അതിനു മുൻപ് ചോദിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് സ്ഥലത്ത് വന്നപ്പോൾ ചോദിച്ചത്? അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. എങ്കിലും നാം ചിന്തിച്ചു വരുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ആ വിഷയം വിട്ടുകളയുന്നു. എന്തുകൊണ്ടാണ് യേശുവിനെ യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് യേശുവിനെ ഏലിയാവ് അല്ലെങ്കിൽ ഇരമ്യാവ് എന്നൊക്കെ പറഞ്ഞത്? അതിനും ചില കാരണങ്ങളുണ്ട്. നാം ചിന്തിച്ചു വരുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. അതുകൊണ്ട് ആ വിഷയവും ഞാൻ വിട്ടുകളയുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ അതിനെ മറുപടിയായി പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തു എന്ന വാക്കിന് അഭിഷിക്തൻ എന്നാണ് അർത്ഥം. മിശിഹ എന്ന അർത്ഥം തന്നെ. അങ്ങനെ യേശു അഭിഷിക്തനാണ്, അല്ലെങ്കിൽ മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് പത്രോസിനുണ്ടായി. ഈ മറുപടി കേട്ടപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, ജഡരക്തങ്ങളല്ല, അതായത് അസ്ഥിയും മാംസവുമുള്ള സാധാരണ മനുഷ്യരല്ല, സ്വർഗത്തിലെ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. എന്താണ് അതിനർത്ഥം? മാനുഷികമായ വെളിപ്പാടുകൾ ഉണ്ടാകാം, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞിട്ട് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളാകാം. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് മനസ്സിലാക്കുവാൻ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല. മറ്റുള്ളവർ പറഞ്ഞു തന്നും ബുദ്ധിമുട്ടാണ്. കാരണം ആ കാലത്ത് അത് വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാൻ സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ചേ മതിയാകൂ. അതേപറ്റിയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ വാക്കാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലനുസരിച്ച് പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്നത്രേ കത്തോലിക്ക സഭ പറയുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല.
നീ പത്രോസ് ആകുന്നു എന്നാണ് പറഞ്ഞത്. പത്രോസേ നീ പാറയാകുന്നു എന്നല്ല. എന്താണ് പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം? അതിനെ കല്ല് എന്നാണ് അർത്ഥം. ഗ്രീക്കിൽ പാറ എന്ന് വരണമെങ്കിൽ പെട്ര എന്ന് പറയണം. പെട്രോളിയം എന്ന വാക്കൊക്കെ ആ വാക്കിൽ നിന്നുണ്ടായതാണ്. പെട്ര എന്ന് പറഞ്ഞാൽ പാറ, പെട്രോസ് എന്ന് പറഞ്ഞാൽ കല്ല്. പാറയിൽ നിന്നും വെട്ടിയെടുത്തതായ ഒരു കഷണം, അതാണ് പെട്രോസ്. പത്രോസ് പാറയാണെന്നല്ല, പത്രോസ് വെറും ഒരു പെട്രോസ് അല്ലെങ്കിൽ കല്ലാണ് എന്നത്രേ കർത്താവ് പറഞ്ഞത്. ബൈബിളിൽ പാറ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതെല്ലാം അർത്ഥത്തിലുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. ഒന്നേ അക്ഷരാർത്ഥത്തിലുള്ള പാറയെ കുറിക്കുവാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പാറ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള പാറയാണ്. മറ്റൊന്ന് പ്രതീകാത്മകമായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം എന്ന പാറയിൽ നിന്നും വെട്ടിയെടുക്കപ്പെട്ട കല്ലുകളാണ് ഇസ്രായേൽ ജനങ്ങൾ ഓരോരുത്തരും, ഓരോ ഇസ്രായേലിയനും എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ വരുമ്പോൾ അബ്രഹാം പാറയും ഇസ്രായേൽ ജനം ആ പാറയിൽ നിന്നും വെട്ടിയെടുക്കപ്പെട്ട കല്ലുകളാണ്. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ പാറ എന്ന് വിളിച്ചിട്ടുള്ളത് ദൈവത്തെയാണ്. നമ്മുടെ ദൈവമൊഴികെ പാറ ആരുള്ളൂ, എന്റെ പാറയായ യഹോവേ എന്നൊക്കെ സങ്കീർത്തനങ്ങളിൽ പലവട്ടം പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ പാറ എന്ന് പ്രതീകാത്മകമായി ഉപയോഗിച്ചിട്ടുള്ളത് ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് പാറ എന്ന് പറയുന്നത് മനുഷ്യനല്ല, നമ്മുടെ ദൈവമൊഴികെ പാറ ആരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഒരു മനുഷ്യനും പാറയാകുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമാകുന്നു. പഴയ നിയമത്തിലെ പാറയെക്കുറിച്ച് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ പാറ പോലും ക്രിസ്തുവായിരുന്നു എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായം വ്യക്തമാക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ പ്രതീകാത്മകമായി പാറ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സൂചിപ്പിക്കുവാൻ മാത്രമാണ്. അബ്രഹാമിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളാകുന്ന കല്ലുകൾ വെട്ടിയെടുത്തു എന്നർത്ഥത്തിൽ മാത്രം ഒരു മനുഷ്യനെക്കുറിച്ച് പാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനശില എന്നർത്ഥത്തിലല്ല, ഇസ്രായേൽ ജനത്തിന്റെ ഉത്ഭവത്തെ കുറിക്കുവാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അടിസ്ഥാനം എന്ന അർത്ഥത്തിൽ, അടിസ്ഥാനശില എന്ന അർത്ഥത്തിൽ ദൈവവചനത്തിൽ എവിടെ പാറ എന്ന് പറയുന്നതും ദൈവത്തെക്കുറിച്ചാണ്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ. ഇട്ടിരിക്കുന്ന ക്രിസ്തുയേശു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുന്നതല്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിലെ പാറയും ക്രിസ്തുവാണ്, പഴയ നിയമത്തിലെ പാറയും ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ടാണ് ദൈവസഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പത്രോസ് എന്ന പാറയല്ല. ഇത് പറയുമ്പോൾ പലരും പറയും കർത്താവ് സംസാരിച്ചത് അരാമ്യ ഭാഷയിലാണ്. അരാമ്യ ഭാഷയിൽ പാറ, കല്ല് എന്നീ വാക്കുകൾ ഒന്നാണ്. അത് കേഫ എന്നാണ്. തീർച്ചയായും ശരിയാണ്. കേഫ എന്ന വാക്കിന് പാറ എന്നർത്ഥമുണ്ട്, കേഫ എന്ന വാക്കിന് കല്ല് എന്നർത്ഥമുണ്ട്. കർത്താവെ പത്രോസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ കേഫായാകുന്നു, ഈ കേഫാമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അപ്പോൾ രണ്ടും ഒരു വാക്കല്ലേ കർത്താവ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്, ഒരു വാക്ക് തന്നെയാണ് കർത്താവ് ഉപയോഗിച്ചത്. എന്നാൽ അത് കേട്ടുകൊണ്ടുനിന്നതായ മത്തായി പിൽക്കാലത്ത് അതേപ്പറ്റി എഴുതുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നാം ഈ ഭാഗം വായിച്ചത്. മത്തായി ഇത് കേട്ടുകൊണ്ടുവന്ന വ്യക്തിയാണ്. മത്തായി അതേപ്പറ്റി പിന്നീട് എഴുതുമ്പോൾ രണ്ടിടത്തും ഒരേ വാക്ക് ഉപയോഗിക്കേണ്ടതായിരുന്നു. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്നത്രേ മത്തായി എഴുതിയത്. ഗ്രീക്കിൽ എഴുതുമ്പോൾ നീ പെട്രായാകുന്നു, ഈ പെട്രാമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് എഴുതിയിരുന്നതെങ്കിൽ പത്രോസ് തന്നെയാണ് പാറ എന്ന് അർത്ഥമാകുമായിരുന്നു. കർത്താവ് പറഞ്ഞത് നീ കേഫായാകുന്നു, ഈ കേഫാമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നാണ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മത്തായിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ദൈവാത്മാവിൽ നിറഞ്ഞ് സുവിശേഷം എഴുതിയപ്പോൾ മത്തായി നീ പെട്രോസ് ആകുന്നു, ഈ പെട്രാമേൽ ഞാൻ എന്റെ സഭ പണിയുമെന്ന് പറഞ്ഞത്. രണ്ടിടത്തും പെട്രോസ് എന്നല്ല, രണ്ടിടത്തും പെട്ര എന്നുമല്ല. പത്രോസിനെ കുറിക്കുവാൻ പെട്രോസ് എന്ന വാക്കും പാറയെ കുറിക്കുവാൻ പെട്ര എന്ന വാക്കും വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടും രണ്ടാണ് എന്ന് മത്തായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ അടിസ്ഥാനശില പത്രോസ് അല്ല, പെട്രായാകുന്ന ക്രിസ്തുവാണ്. പെട്രോസ് അല്ലെങ്കിൽ പത്രോസ് ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്നതായ ദൈവസഭയുടെ ആദ്യത്തെ കല്ലു മാത്രമാണ്. യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കുവാൻ ആദ്യമായി ഭാഗ്യം സിദ്ധിച്ചത് പത്രോസിനാണ്. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരത്തിന്റെ ആദ്യത്തെ ശില പത്രോസാണ്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസും ഒരു അടിസ്ഥാനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നാലെ യോഹന്നാനും യാക്കോബും ഒക്കെ അടിസ്ഥാനങ്ങളായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പൗലോസ് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതു വരുന്നു എന്ന്.
ആദ്യകാലത്തെ അപ്പോസ്തലന്മാർ അടിസ്ഥാന ശിലകളാണ്. കാരണം ഏത് കെട്ടിടം പണിയുമ്പോഴും പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുമ്പോഴും അതിന്റെ മുകളിൽ ആദ്യമായി വെക്കുന്ന കല്ലുകൾ, അല്ലെ ആദ്യത്തെ ഒരു നിര കല്ലുകൾ ഒരു വകയിൽ അടിസ്ഥാനമാണല്ലോ. കാരണം അതിന്റെ മേലാണ് പിന്നീടുള്ള കല്ലുകളൊക്കെയും വരുന്നത്. ആ അർത്ഥത്തിൽ വരുമ്പോൾ പത്രോസ് ഒരടിസ്ഥാനമാണ്. പത്രോസ് ആദ്യത്തെ കല്ലുമാണ്. എന്നാൽ പത്രോസിന്റെ മേലല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്. പത്രോസ് അല്ല സഭയുടെ ആധാരം. അത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് അതിന്റെ ആദ്യത്തെ കല്ലു മാത്രമാണ്. പത്രോസാണ് പാറ എന്ന് തെളിയിക്കേണ്ടത് കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമാണ്. കാരണം പത്രോസിന്റെ സിംഹാസനമാണ് റോമിലിരിക്കുന്നതെന്നും പത്രോസാണ് സഭയുടെ അടിസ്ഥാനമെന്നും പത്രോസിനെ, അതായത് റോമിലെ മാർപ്പാപ്പായെ അംഗീകരിക്കാതെ ആർക്കും സ്വർഗത്തിലെത്തുവാൻ സാധ്യമല്ല എന്നും തെളിയിക്കേണ്ടത് കത്തോലിക്ക സഭയുടെ ആവശ്യമാണ്. പക്ഷേ ദൈവവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ എത്ര കഷ്ടപ്പെട്ടാലും അങ്ങനെ തെളിയിക്കുവാനും കഴിയുന്നതല്ല. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവാകുന്ന പാറമേൽ പത്രോസാകുന്ന ആദ്യത്തെ ശില, പിന്നീട് വന്നതായ മറ്റ് അപ്പോസ്തലന്മാർ തുടങ്ങിയ ശിലകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കെട്ടിടമാണ് ദൈവത്തിന്റെ സഭ. ഈ കെട്ടിടത്തിന്റെ പണി അവസാനിച്ചിട്ടില്ല. അവസാനിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്നും അത് മാറ്റപ്പെടുന്നതുമാണ്. അങ്ങനെ ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരം ഈ ഭൂമിയിൽ ഇപ്പോഴും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന പാറമേലാണ് അത് അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്താണ് പാതാള ഗോപുരങ്ങൾ? പാതാളം എന്ന വാക്ക് സാത്താനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്വർഗം എന്ന വാക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഭൂമി എന്ന് ഉപയോഗിക്കാറുണ്ട്. ദൈവം ഭൂമിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന ഈ ഗ്രഹത്തെ വിളിക്കുന്നു എന്നർത്ഥമില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമി, മനുഷ്യൻ, മനുഷ്യവർഗം എന്നൊക്കെ അർത്ഥമെടുക്കാം. സ്വർഗമെന്ന് പറയുമ്പോൾ ദൈവം എന്നർത്ഥമെടുക്കാം. അതുപോലെ പാതാളമെന്നോ നരകമെന്നോ പറയുമ്പോൾ സാത്താൻ എന്നർത്ഥമെടുക്കാം. പാതാള ഗോപുരം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ആ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പാതാള ഗോപുരം എന്നത് സാത്താന്റെ അടയാളമായി, സാത്താന്റെ പ്രതീകമായി നിലകൊള്ളുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ വിടുകയാണ്. പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കയില്ല എന്ന് പറഞ്ഞാൽ സാത്താന്റെ തന്ത്രങ്ങളൊന്നും ദൈവസഭയ്ക്ക് നേരെ പ്രബലപ്പെടുകയില്ല. ദൈവസഭയെ തകർക്കുവാൻ സാത്താൻ എത്ര ശ്രമിച്ചാലും ദൈവസഭ തകരുകയില്ല തന്നെ. അതാണ് അവിടെ കർത്താവ് പറയുന്നത്, പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ല, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല എന്ന്. അതുകൊണ്ട് സാത്താൻ എത്ര ശ്രമിച്ചാലും ദൈവസഭയെ തകർക്കുവാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ 19-20 നൂറ്റാണ്ട് കാലം അവൻ ശ്രമിച്ചു. പക്ഷേ ദൈവസഭ തകർന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്നു. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കയില്ല എന്ന കർത്താവിന്റെ വചനം നിവൃത്തിയാകുകയാണ്. അടുത്തതായി വരുന്നത് സ്വർഗരാജ്യം എന്ന വിഷയമാണ്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് സ്വർഗരാജ്യം എന്നത്. സ്വർഗരാജ്യം എന്നാൽ സ്വർഗം എന്നാണ് അർത്ഥമെന്നാണ് പലരുടെയും ധാരണ. സ്വർഗരാജ്യവും സ്വർഗവും ഒന്നല്ല എന്ന് പറഞ്ഞാൽ മിക്കവർക്കും വിശ്വാസം വരികയില്ല. എന്നാൽ ബൈബിളിൽ സ്വർഗരാജ്യം എന്നുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ സ്വർഗരാജ്യം എന്ന വാക്ക് നമുക്ക് കണ്ടെത്തുവാൻ കഴിയൂ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വളരെയധികം പ്രാവശ്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണമായി ഏതാനും വാക്യങ്ങൾ മാത്രം നമുക്കിവിടെ വായിക്കാം. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കിവെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി.
പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞുകളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. ഇവിടെ സ്വർഗരാജ്യത്തെ എന്തിനോടൊക്കെ ഉപമിക്കുന്നു? സ്വർഗരാജ്യവും സ്വർഗവും ഒന്നാണെങ്കിൽ സ്വർഗം എങ്ങനെയാണ് വലയാകുന്നത്? എല്ലാവിധ മീനും പിടിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവിധ മീനും കൂടെ സ്വർഗത്തിലെത്തുമെന്നാണോ? എല്ലാവരും സ്വർഗത്തിലെത്തുമെന്നാണോ? ഭാവിയും ദുഷ്ടനും ഒരുപോലെ എങ്ങനെ സ്വർഗത്തിലെത്തും? അതാണോ അതിന്റെ അർത്ഥം? അതുപോലെ സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമെന്ന് എഴുതിയിരിക്കുന്നു. അതെങ്ങനെ? സ്വർഗരാജ്യവും സ്വർഗവും ഒന്നാണെങ്കിൽ സ്വർഗം എങ്ങനെ പുളിച്ച മാവ് പോലെയാകും? എന്തു വ്യാഖ്യാനമാണ് നമുക്കതിന് കൊടുക്കുവാൻ കഴിയുക? സ്വർഗരാജ്യം ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. സ്വർഗമാണെങ്കിൽ എങ്ങനെയാണ് സ്വർഗമാർക്കെങ്കിലും ഒളിച്ചു വെക്കുവാൻ കഴിയുക? സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. സ്വർഗം കടുകുമണി പോലെ ഇരിക്കുവാൻ കഴിയുമോ? അങ്ങനെ സ്വർഗരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപമയും സ്വർഗത്തിന് ചേരുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കുമെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമെന്ന് പറയുന്നു. സ്വർഗരാജ്യവും സ്വർഗവും ഒന്നാണെങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കുക? ഒരു കാര്യം തീർച്ച, സ്വർഗരാജ്യവും സ്വർഗവും ഒന്നാണെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്ന ഭൂരിപക്ഷം ഭാഗങ്ങളും നമുക്ക് വിശദീകരിക്കുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സ്വർഗരാജ്യവും സ്വർഗവും ഒന്നല്ല. അതിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ് മത്തായി മാത്രം ഇത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിലോ ലൂക്കോസിന്റെ സുവിശേഷത്തിലോ സ്വർഗരാജ്യമെന്ന് പറഞ്ഞിട്ടില്ല? മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യമെന്ന വാക്ക് വളരെ അപൂർവമായി മാത്രമേ വരുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം എന്നീ പുസ്തകങ്ങളിൽ ദൈവരാജ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കോസോ ലൂക്കോസോ ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമെന്ന് പറയുമ്പോൾ മത്തായി പറയും സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. മർക്കോസിനും ലൂക്കോസിനും ദൈവരാജ്യമെന്നുള്ളത് മത്തായി സ്വർഗരാജ്യമെന്നാക്കുന്നു. എന്താണ് അതിന് കാരണം? കാരണം വ്യക്തമാണ്. ആരെ ഉദ്ദേശിച്ചാണ് മത്തായി സുവിശേഷം എഴുതിയത് എന്ന് ശ്രദ്ധിക്കുക. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ എന്ന ചോദ്യം നാം ആരംഭത്തിൽ തന്നെ കേൾക്കുന്നു. വംശാവലിയോടെ ആരംഭിക്കുന്നു. യഹൂദന്മാരുടെ പഴയ നിയമത്തിൽ നിന്നും അനേക ഉദ്ധരണികൾ ഉപയോഗിക്കുന്നു. നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് യേശുവിനെ തെളിയിച്ചു കൊടുക്കുവാനായി മത്തായി എപ്പോഴും വ്യഗ്രത കാണിക്കുന്നു. എന്താണ് കാരണം? യഹൂദന്മാരായ ആൾക്കാരെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് മത്തായി ഈ സുവിശേഷം എഴുതിയത്. യഹൂദന്മാർക്കു വേണ്ടി സുവിശേഷം എഴുതുമ്പോൾ യഹൂദന്മാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എഴുതുവാനും യഹൂദന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. മത്തായി അതുതന്നെയാണ് ചെയ്തത്. യഹൂദന്മാരെ ഉദ്ദേശിച്ച് സുവിശേഷം എഴുതിയപ്പോൾ യഹൂദന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയും വിട്ടുകളഞ്ഞു. യഹൂദന്മാർക്ക് ഇഷ്ടമാകുന്ന ഭാഷാപ്രയോഗങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് മത്തായി വംശാവലിയോടെ ആരംഭിക്കുന്നതും യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അതുപോലെ പഴയ നിയമത്തിൽ നിന്നും വളരെയേറെ ഉദ്ധരണികൾ ഉപയോഗിച്ച് യേശു ദൈവപുത്രനായ ക്രിസ്തു പഴയ നിയമത്തിലെ വാഗ്ദത്ത മിശിഹ എന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെയും ഒഴിവാക്കി യഹൂദന്മാർക്ക് ഇഷ്ടമുള്ളതൊക്കെയും സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവമെന്ന വാക്ക് ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗമെന്ന വാക്ക് സ്വീകരിച്ചത് എന്തിന്? ദൈവരാജ്യമെന്ന് പറയേണ്ടിടത്ത് സ്വർഗരാജ്യമെന്ന് പറഞ്ഞത് എന്തിന്? പറയാം, 10 കൽപ്പനകൾ അനുസരിക്കാഞ്ഞതുകൊണ്ടാണ് ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വന്നത് എന്നൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിലൊട്ടൊക്കെ സത്യവുമുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടുപോകുകയും അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്തത് നിമിത്തമാണ് ദൈവം അവരെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നാൽ കാലക്രമത്തിൽ ദൈവം അവരോട് കരുണ കാണിക്കുകയും ബാബേൽ രാജാവ് അവരെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ മടങ്ങി വന്നതായ ജനം എസ്രായുടെയും നെഹെമ്യാവിന്റെയും ഒക്കെ കാലത്ത് ആ ദേശത്തെ വീണ്ടും അധിവസിക്കുവാൻ തുടങ്ങി. എന്നാൽ എസ്രാ ശാസ്ത്രിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ജനത്തെ ഉപദേശിച്ചു, നിങ്ങൾ ദൈവത്തിന്റെ കൃപ വിട്ടു പോകരുത്, ദൈവത്തിന്റെ കൽപ്പന വിട്ടു പോകരുത്.
ദൈവത്തിന്റെ കൽപ്പന അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ അനുസരിക്കണം. പിൽക്കാലത്ത് ഇതുപോലെ ശാസ്ത്രിമാരുണ്ടായി. കർത്താവിന്റെ കാലത്ത് നമുക്ക് ശാസ്ത്രിമാരെ കാണുവാൻ കഴിയും. അവർ പഴയ നിയമം നന്നായി പഠിച്ചവരാണ്, ന്യായപ്രമാണം നന്നായി അറിയാവുന്നവരാണ്. അവർ ജനത്തെ ഉപദേശിക്കും. കൽപ്പനകളൊന്നും ലംഘിക്കുവാൻ പാടില്ല. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് കർത്താവ് പറഞ്ഞു, അതനുസരിക്കണം. അതുപോലെ തന്നെ വിഗ്രഹമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ വിഗ്രഹമുണ്ടാക്കരുത്, ആരാധിക്കരുത്. ശബത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശബത് ദിവസം ഒരു വേലയും ചെയ്യരുത്. ഏറെ ദൂരം നടക്കുവാൻ പോലും പാടില്ല. അതുകൊണ്ടാണ് ഒരു ശബത് ദിവസത്തെ വഴിദൂരമെന്ന് പറയുന്നത്. അങ്ങനെ ആ കാലത്തെ യഹൂദന്മാരുടെ ഇടയിൽ നിയമം വളരെ കഠിനമായിരുന്നു. വളരെ ഭക്തിയുള്ള പുരുഷന്മാർ പറഞ്ഞു, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് യഹോവ എന്ന വാക്കുപോലും നാം വായിലെടുക്കരുത്, ദൈവം നമ്മെ ശിക്ഷിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ നിയമം നോക്കുക. പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ പോലും യഹോവ എന്ന വാക്കില്ല. പഴയ നിയമത്തിൽ യഹോവ എന്ന വാക്കുള്ളത്. പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുമ്പോൾ പോലും യഹോവ എന്ന വാക്ക് ഉപയോഗിക്കാതെ കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. യഹോവ എന്നതിന്റെ വൗവൽ, അതേ വൗവൽ ഉപയോഗിച്ചാണ് അഡോണായി എന്ന വാക്ക് കർത്താവ് എന്ന വാക്ക് എഴുതുന്നത്. അതുകൊണ്ട് യഹോവ എന്ന ആ വാക്കും അതിനു തുല്യമായി കർത്താവ് എന്ന അർത്ഥത്തിൽ അതേ വൗവൽ ഉപയോഗിച്ചെഴുതുന്ന അഡോണായി എന്ന വാക്കും ഉപയോഗത്തിൽ വന്നു. യഹോവ എന്ന വാക്കിന് പകരമായി പുതിയ നിയമകാലത്ത് ഉപയോഗിച്ചിരുന്നത് അഡോണായി അല്ലെങ്കിൽ കർത്താവ് എന്ന വാക്കാണ്. അതുകൊണ്ടാണ് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്നുള്ളത് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ എന്നായി തീരുന്നത്. യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ളത് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാകും. അതിന്റെ കാരണവും മറ്റൊന്നല്ല. അങ്ങനെ യഹൂദന്മാർക്ക് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കുവാൻ ഭയമായിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, യഹോവ എന്ന വാക്കെടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, തിയോസ് അല്ലെങ്കിൽ ദൈവം എന്ന വാക്കുപോലും വായിലെടുക്കരുത്. അത് ദൈവനാമം ദുഷിപ്പിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കുന്നതിന് തുല്യമാണ്. ദൈവം നമ്മെ ശിക്ഷിക്കാതിരിക്കയില്ല. അങ്ങനെ അതിഭക്തന്മാരായ യഹൂദന്മാർ, ഏറെ ഭക്തിയുള്ള യഹൂദന്മാർ യഹോവ എന്ന വാക്കെടുക്കുകയില്ല എന്ന് മാത്രമല്ല, ദൈവം എന്ന വാക്കും അല്ലെങ്കിൽ ഗ്രീക്കിൽ തിയോസ് എന്ന വാക്കും എടുക്കാതായി. ദൈവമെന്ന് പറയേണ്ടിടത്ത് അവർ സ്വർഗമെന്ന് പറയാൻ തുടങ്ങി. യഹോവ എന്ന് പറയേണ്ടിടത്ത് പണ്ട് മുതൽ തന്നെ കർത്താവെന്ന് അവർ പറയുമായിരുന്നു. അതോടൊപ്പം ദൈവമെന്ന് പറയേണ്ടിടത്ത് സ്വർഗമെന്ന് പറയുവാൻ തുടങ്ങി. മുടിയൻപുത്രൻ മടങ്ങി വരുമ്പോൾ, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അപ്പാ ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ സ്വർഗം എന്ന വാക്ക് ദൈവം എന്നതിന് പകരമായി ഇസ്രായേൽക്കാർ ഉപയോഗിച്ചിരുന്നു, യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് മത്തായി യഹൂദന്മാർക്ക് സുവിശേഷം എഴുതിയപ്പോൾ ദൈവരാജ്യം എന്നത് സ്വർഗരാജ്യമെന്നാക്കി. ദൈവരാജ്യം ദൈവരാജ്യമെന്ന് എഴുതി വെച്ചാൽ ഭക്തിയുള്ള യഹൂദന്മാർ ഇത് വായിക്കുമ്പോൾ അവർ പറയും, ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കുന്നവരാണ്, നമുക്ക് അവരുമായി ഒരു കൂട്ടായ്മയും വേണ്ട, അവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് മത്തായി ഒരു കാര്യം ചെയ്തു, യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, കഴിവുള്ളിടത്തോളം ദൈവം എന്ന വാക്കും ഒഴിവാക്കി. ദൈവരാജ്യം എന്ന് പറയേണ്ടിടത്ത് സ്വർഗരാജ്യം, ദൈവത്തിന് തുല്യമായ വാക്ക് സ്വർഗം, സ്വർഗരാജ്യമെന്നാക്കി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യമെന്നും അതേ കാര്യങ്ങളൊക്കെ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ദൈവരാജ്യമെന്നും എഴുതിയിരിക്കുന്നത്. മർക്കോസും ലൂക്കോസും ദൈവരാജ്യമെന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് മത്തായി സ്വർഗരാജ്യമെന്ന് പറയുന്നത്. വീണ്ടും ചോദിക്കട്ടെ, സ്വർഗരാജ്യവും സ്വർഗവും ഒന്നാണോ? അല്ല, ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണ്. അപ്പോൾ എന്താണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം? ദൈവം രാജാവായിരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. കർത്താവ് സുവിശേഷം ആരംഭിച്ചപ്പോൾ പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മത്തായി എഴുതുമ്പോൾ പറയുന്നു, കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അങ്ങനെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവം രാജാവായിരുന്നു ഭരിക്കുന്നതായ രാജ്യമാണ്. നമുക്കറിയാം, പിതാവായ ദൈവമല്ല, പുത്രനായ യേശുക്രിസ്തുവാണ് ദൈവരാജ്യത്തിൽ രാജാവായിരുന്നു ഭരിക്കുന്നത്. യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് മാത്രമല്ല, ഈ ലോകത്തെ അടക്കി ഭരിക്കുകയും ചെയ്യും. 1000 വർഷം യേശു ഈ ലോകത്തെ ഭരിക്കും. അതേപ്പറ്റി 7ാമത്തെ CD-യിൽ എസ്കറ്റോളജിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് വിശദമായി നമുക്ക് പഠിക്കാം. അതിൽ 1000 ആണ്ട് വാഴ്ച എന്താണ്, ദൈവരാജ്യത്തിന്റെ
പൂർത്തീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ദാനിയേൽ പ്രവചനത്തിൽ നിന്നുള്ളതായ ചില വാക്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അത് വിശദീകരിക്കേണ്ടത്. അത് പറയാൻ പോയാൽ നമ്മുടെ വിഷയം വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഭാവികാല ശാസ്ത്രത്തെക്കുറിച്ചുള്ള 7ാമത്തെ CD-യിൽ ഈ വിഷയങ്ങളെല്ലാം വിശദമായി തന്നെ നാം പഠിക്കാൻ പോകുകയാണ്. എന്നാൽ ദാനിയേലിന് ദൈവം ഒരു ദർശനം കൊടുത്തതിനെക്കുറിച്ച് സൂചന മാത്രം പറയട്ടെ. ദൈവം ദാനിയേലിന് ദർശനം കൊടുത്തപ്പോൾ പറഞ്ഞു, നിനക്കും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 7 ആഴ്ചവട്ടം കൊണ്ട്, അതായത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം, അങ്ങനെ 7 ആഴ്ച എന്ന് പറഞ്ഞാൽ 49 ദിവസം, പ്രവചനാർത്ഥത്തിൽ 49 വർഷം. അങ്ങനെ 49 വർഷം കൊണ്ട് യെരുശലേം വീതിയും കിടങ്ങുമായി പണിയപ്പെടും. അതിനുശേഷം 62 ആഴ്ചവട്ടം കൂടെ കഴിയുമ്പോൾ, അതായത് ആകെ 69 ആഴ്ചവട്ടം അല്ലെങ്കിൽ 483 ദിവസങ്ങൾ, പ്രവചനാർത്ഥത്തിൽ പറയുമ്പോൾ 483 വർഷങ്ങൾ കഴിയുമ്പോൾ അഭിഷിക്തൻ, അതായത് ക്രിസ്തു ഛേദിക്കപ്പെടും. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 483 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു, അവിടെ യേശു എന്ന് വാക്കുപയോഗിച്ചിട്ടില്ല, ക്രിസ്തു അഭിഷിക്തൻ ഛേദിക്കപ്പെടും. പിന്നീടുള്ളതായ 7 വർഷം അല്ലെങ്കിൽ ഒരാഴ്ചവട്ടമുണ്ട്. അതിനുശേഷം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. ഇതായിരുന്നു പ്രവചനം. ആ പ്രവചനം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. 483 വർഷം തികയുന്ന ദിവസമാണ് കർത്താവായ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കയറി ആ ദേശത്തേക്ക് കടന്നു വന്നത്. യഹൂദന്മാരുടെ രാജാവായിട്ട് കർത്താവ് അവിടേക്ക് കടന്നു വന്നു. കർത്താവിനെ അന്ന് അവർ സ്വീകരിച്ചില്ല. അഥവാ കർത്താവിനെ സ്വീകരിച്ചിരുന്നു എങ്കിൽ തുടർന്നുള്ള 7 വർഷം കൂടെ കഴിയുമ്പോൾ ഭൂമിയിൽ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ആരംഭിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ സമീപത്തായിരുന്നു. 69 ആഴ്ചവട്ടം കഴിഞ്ഞ് 70ാമത്തെ ഒരാഴ്ചവട്ടം, അതായത് വെറും 7 വർഷങ്ങൾ. ആ 7 വർഷം കൂടെ കഴിയുമ്പോൾ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കാരണം ജനം വിശ്വസിച്ചില്ല, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല, യേശുവിന് വേണ്ടി ഹൃദയം തുറന്നുകൊടുത്തില്ല. അതുകൊണ്ട് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടില്ല. യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലെത്തി. ആ സമയത്ത് മഹാപുരോഹിതനും മറ്റു പുരോഹിതന്മാരും ലേവ്യരും ശാസ്ത്രിമാരും പരീശന്മാരും സാമാന്യ ജനവുമൊക്കെ ഒന്നുചേർന്ന് യേശുവിനെ മിശിഹ ആയി സ്വീകരിച്ച് യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് രാജാവായി വാഴിച്ചിരുന്നു എങ്കിൽ 7 വർഷം കൂടെ കഴിയുമ്പോൾ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുമായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ രാജാവായി പിറന്ന കർത്താവായ യേശു ക്രിസ്തു പ്രവചന നിവൃത്തിക്കായി കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് വന്നപ്പോൾ ജനം യേശുവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ആ 7 വർഷം 69 ആഴ്ചവട്ടം കഴിഞ്ഞുള്ളതായ ഒരാഴ്ചവട്ടം അവിടെ ആരംഭിച്ചില്ല. ദൈവം ഒരു കൃപയുടെ കാലം അതിനിടയിലുണ്ടാക്കി. ആ കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതാണ് കൃപായുഗമെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സഭായുഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് കൃപയുടെ കാലമാണ്, ദൈവസഭയുടെ കാലമാണ്. ഇത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 2000-ഓളം വർഷമാകുന്നു. എപ്പോഴാണ് ഇത് അവസാനിക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. എങ്കിലും കഴിഞ്ഞ 2000-ഓളം വർഷമായിട്ട് ഈ ഭൂമിയിൽ കൃപയുടെ യുഗം നിലനിൽക്കുകയാണ്. ഈ ഭൂമിയിൽ ദൈവരാജ്യം വരേണ്ടതിന് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടണം. തുടർന്നുള്ളതായി 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. അതിനുശേഷം ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടും, അതായത് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് 7ാമത്തെ CD-യിൽ പഠിക്കാവുന്നതാണ്. അങ്ങനെ ഭൂമിയിൽ വരേണ്ടതായ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം അത് ജനത്തിന്റെ അവിശ്വാസം നിമിത്തം സ്ഥാപിക്കപ്പെട്ടില്ല. എന്നാൽ ദൈവിക പദ്ധതിക്ക് മാറ്റമില്ല. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം അതായത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. കർത്താവ് ആ വാചകം പറയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇന്ന് ഭൂലോകത്ത് ജീവനോടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ 2000-ഓളം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ട് എന്ന് നാം അറിയേണ്ടതാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. പക്ഷെ ആ നിൽക്കുന്നവരാരും ഇപ്പോഴില്ല. ഒന്നെങ്കിൽ കർത്താവിന് അബദ്ധം പറ്റി, അല്ലെങ്കിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഇതിലേതാണ് ശരി? കർത്താവിന് അബദ്ധം പറ്റുകയില്ല.
പിന്നെ ആർക്കാണ് തെറ്റിയത്? നാം കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം ഭൂമിയിൽ വന്നിട്ടില്ല. അത് ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞതനുസരിച്ചുള്ള 70-ാമത്തെ ആഴ്ചവട്ടം 7 വർഷം ആ ഭരണം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ ദൈവരാജ്യം ഉണ്ടായേ മതിയാകൂ, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവചനം തെറ്റിപ്പോയി എന്ന് പറയേണ്ടതായി വരും. അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യം ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് നാം കണ്ടുകഴിഞ്ഞു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റാൻ ബുദ്ധിമുട്ടുള്ളതായ പ്രവചനങ്ങൾ ആദ്യമായി ആത്മീയാർത്ഥത്തിൽ നിറവേറ്റുകയും അതിനുശേഷം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ഒരു കാര്യപരിപാടിയാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുമെന്ന് കർത്താവിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ഏലിയാ പ്രവാചകൻ ഭൂമിയിൽ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു എങ്കിൽ ആ പ്രവചനം നിറവേറുമായിരുന്നു. കാരണം ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി കടന്നു വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. എന്നാൽ അക്ഷരാർത്ഥത്തിലല്ല, അതൊരു ആത്മീയാർത്ഥത്തിലാണ് യോഹന്നാനിൽ അത് നിറവേറുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് നിറവേറാൻ പോകുകയാണ്. ഈ ലോകം ആന്റി ക്രൈസ്റ്റ് ഭരിക്കുന്നതായ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും 2 സാക്ഷികൾ വരുന്നത്. അതിലൊരാൾ ഏലിയാവാണെന്ന കാര്യത്തിൽ ഏറെ സംശയിക്കേണ്ടതില്ല. ആ വിഷയവും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. 7-ാമത്തെ CD-യിൽ ഈ ഭാഗങ്ങളൊക്കെയും വരുന്നുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: അക്ഷരാർത്ഥത്തിൽ നിറവേറ്റാൻ ബുദ്ധിമുട്ടുള്ളതായ പ്രവചനങ്ങൾ ദൈവം ആത്മീയാർത്ഥത്തിൽ ആദ്യമായി നിറവേറ്റും, പിന്നീട് അത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റും. ദൈവരാജ്യത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യം ഭൂമിയിൽ വരേണ്ടതായിരുന്നു. എന്നാൽ ജനത്തിന്റെ അവിശ്വാസ നിമിത്തം അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യം ഭൂമിയിൽ വന്നില്ല. അതുകൊണ്ട് ദൈവം ആത്മീയ അർത്ഥത്തിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. അതെന്താണ്? അതേപ്പറ്റി അറിയുന്നതിന് മുമ്പായി ഒരു കാര്യം നാം അറിഞ്ഞിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയെ ഭരിക്കുന്നതായ കാലമാണ്. 1000 ആണ്ട് വാഴ്ചയാണ്. അതാണ് അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം. എന്നാൽ ആത്മീയ അർത്ഥത്തിലുള്ള ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയാൻ ആഗ്രഹമുള്ളവർ റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം നോക്കുക. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പൗലോസ് പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അങ്ങനെ ആത്മീയ അർത്ഥത്തിലുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത് അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഈ ലോകത്ത് എപ്പോൾ കടന്നു വന്നോ അപ്പോൾ മുതൽ ആത്മീയ അർത്ഥത്തിലുള്ള ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. അതെപ്പോഴാണ് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പെന്തക്കോസ്ത് നാളിലാണ് ആ സംഭവം നടന്നത്. പെന്തക്കോസ്ത് നാളിൽ ആകാശത്തെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയൊരു മുഴക്കമുണ്ടായി. ആ ജനം കൂടിയിരുന്ന വീടൊക്കെയും അത് നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ദൈവജനത്തെ നീതിയിലും സത്യത്തിലും വഴി നടത്തുവാനുള്ളതായ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നു. അങ്ങനെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിൽ വന്നു. അന്നു മുതൽ ദൈവരാജ്യം ആത്മീയ അർത്ഥത്തിൽ ഈ ഭൂമിയിലുണ്ട്. കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ തന്നെ ഉണ്ടല്ലോ എന്ന്. അതൊരാത്മീയ അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാൽ അതിന്റെ പൂർണ്ണമായ നിറവേറലുണ്ടായത് പെന്തക്കോസ്ത് നാളിലാണ്. അന്നു മുതൽ ദൈവത്തിന്റെ സഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നത് വരെയുള്ള കാലത്ത് ഈ ഭൂമിയിൽ ദൈവരാജ്യം ഉണ്ടായിരിക്കും. അത് ആത്മീയ ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മറ്റൊരു വാക്യം കൂടി തെളിയിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ പറയുന്നു, ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ രാജ്യമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കുറെ ഭൂമിയല്ല, കുറെ ഭൂപ്രദേശമല്ല. അങ്ങനെ ഒരു ഭാഗം ഇവിടെ ഇല്ല. അതിന് പകരമായി എന്താണുള്ളത്? ദൈവത്തിന്റെ ജനമാണ്. ദൈവത്തിന്റെ രാജ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ്. ദൈവത്തിന്റെ രാജ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. ഇന്ന് ദൈവരാജ്യം ഭൂമിയിലുണ്ടോ? ഉണ്ട്. ആത്മീയ ദൈവരാജ്യം ഇന്ന് ഭൂമിയിലുണ്ട്. അത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭയിൽ നീതിയുണ്ട്, ദൈവത്തിന്റെ സഭയിൽ സമാധാനമുണ്ട്, ദൈവത്തിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമുണ്ട്. കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടി നിങ്ങൾ ഇതൊക്കെയും കണ്ടെത്തും.
അങ്ങനെ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ചവരുടെ കൂട്ടമാണ് ഈ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവസഭ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അങ്ങനെ ദൈവം തന്നതായ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, അതേ ദൈവസഭയിലുണ്ട്. അതൊരു മറ്റൊരു സംഘടനയിൽ കിട്ടുന്നതല്ല, മറ്റൊരു മതത്തിൽ കിട്ടുന്നതല്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത് ദൈവത്തിന്റെ സഭയിലുണ്ട്. അതുകൊണ്ട് ആത്മീയ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യമാണ്. അത് 1000 ആണ്ട് വാഴ്ചയാണ്. എന്നാൽ ആത്മീയാർത്ഥത്തിലുള്ള ദൈവരാജ്യം അത് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കാൻ ശ്രമിക്കുക. സ്വർഗരാജ്യം സ്വർഗരാജ്യമെന്ന് മത്തായി പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവസഭ എന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കുക. മത്തായി പറയുന്നു, കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കതിങ്ങനെ വായിക്കാം, കാലം തികഞ്ഞു, ദൈവസഭ സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവസഭയാകുന്ന ആ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മത്തായി പറയുന്നു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം ഒളിച്ചു വെച്ചു. നമുക്കതിങ്ങനെ വായിക്കാം, ദൈവസഭ പുളിച്ച മാവിനോട് സദൃശം. അതാണല്ലോ ദൈവസഭയുടെ അനുഭവം. ദൈവസഭയിലെ ഏതെങ്കിലും ഒരു അംഗം ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയാൽ ഏതാനും ആഴ്ചകൾക്കകം അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കകം അവിടെ കുറെ വിശ്വാസികൾ ഉണ്ടാകും. ആകെ അല്പമേ ഉള്ളൂ, എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടമെല്ലാം പുളിപ്പിക്കും. തോമാസ് ലീഗായോ അല്ലെങ്കിൽ മറ്റേതോ ക്രിസ്തു ശിഷ്യനോ 20 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെത്തി. ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവിടെ പല സഭകൾ സ്ഥാപിക്കുവാനിടയായി. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്ത് ദൈവസഭയിലെ ഒരംഗം എത്തിച്ചേർന്നാൽ ഏറെ താമസിയാതെ കുറച്ചാളുകൾ അവിടെ വിശ്വാസത്തിൽ വരുവാനിടയായിത്തീരും. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവസഭ പുളിച്ച മാവിനോട് സദൃശം, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. ശരിയാണ്, ദൈവസഭ കടുകുമണിയോട് സദൃശം. ആരംഭത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം പത്രോസ്, ഏറെ താമസിയാതെ കൂടെയുള്ള ശിഷ്യന്മാര്, പിന്നീട് വേറെ കുറച്ചാളുകൾ. പെന്തക്കോസ്ത് നാളായപ്പോഴേക്കും 120 ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000-ലധികമായി. അങ്ങനെ വർദ്ധിച്ച് ലോകമെമ്പാടും പരന്നിരിക്കുകയാണ്. ദൈവസഭ കടുകുമണിയോട് സദൃശം. അത് വളരെ ചെറുതായിരുന്നു, ഇപ്പോൾ വളർന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. ശരിയാണ്, ദൈവസഭ ഒരു നിധി പോലെയാണ്. അതിന്റെ വില വളരെ വലുതാണ്. അത് കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം വിലയേറിയ മുത്തുപോലെയാണ്. മുത്തന്വേഷിച്ച് നടക്കുന്ന വ്യാപാരിയോട് സദൃശം. ശരിയാണ്, 30 വർഷം മുമ്പ് ഞാൻ ഈ മുത്ത് കണ്ടെത്തി, എനിക്കുള്ളതൊക്കെയും വിറ്റ് ഞാൻ ഈ മുത്തു വാങ്ങി. 30 വർഷം മുമ്പാണ് ഞാൻ ദൈവസഭയെ കണ്ടത്. എനിക്കന്നുണ്ടായിരുന്നതെല്ലാം നഷ്ടമാക്കിക്കൊണ്ട്, നായരെന്നുള്ള സ്ഥാനം, ദേശത്തുള്ള മാന്യത, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, അവരെയെല്ലാം നഷ്ടമാക്കിക്കൊണ്ട്, അവരെയെല്ലാം വിറ്റുകൊണ്ട് ഞാൻ ഈ വിലയേറിയ മുത്തു വാങ്ങി. അതിൽ ഞാൻ ഇന്ന് ദുഃഖിക്കുന്നില്ല. ഇതിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. ദൈവസഭ വിലയേറിയ മുത്താണ്. സ്വർഗരാജ്യം വിലയേറിയ മുത്താണ്. അതായത് ദൈവസഭ വിലയേറിയ മുത്താണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ദൈവസഭയെ സംബന്ധിച്ച് അത് ശരിയാണ്. ദൈവസഭ എന്ന് പറയുന്നത് മണവാളനെ സ്വീകരിക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടതായ 10 കന്യകമാരെ പോലെയാണ്. ബുദ്ധിയുള്ളവർ വെണ്ണ കരുതി, ബുദ്ധിയില്ലാത്തവർ അത് കരുതിയില്ല. ദൈവസഭയിൽ ഇതെല്ലാം വരും, എന്നാൽ ബുദ്ധിയുള്ളവർ മാത്രം നിലനിൽക്കും. ബുദ്ധിയില്ലാത്തവർ അവസാനം കൈവിടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. എല്ലാവിധ മീനും പിടിക്കുന്ന വല എന്ന് പറഞ്ഞ അനുഭവമാണ് ഇവിടെയും ഉണ്ടാകുന്നത്. ഒരിക്കൽ യേശു ശിശുക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. നമുക്ക് വീണ്ടും പറയാം, ശിശുക്കളെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, ദൈവസഭ ഇങ്ങനെയുള്ളവരുടേതല്ലോ. അങ്ങനെ ഏത് വാക്യവും നിങ്ങൾ എടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, മർക്കോസും ലൂക്കോസും ദൈവരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളെല്ലാം നിങ്ങൾ എടുക്കുക. അവിടെയെല്ലാം ദൈവസഭ
എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് വായിക്കുക. അപ്പോൾ ആത്മീയ ദൈവരാജ്യം, ആത്മീയ സ്വർഗരാജ്യം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും, അതാണ് ആത്മീയ ദൈവരാജ്യം. പെന്തക്കോസ്ത് നാളിൽ അത് ആരംഭിച്ചു, ഇപ്പോഴും അത് നിലനിൽക്കുകയാണ്. ഇവിടെ ഇനി നമുക്ക് തുറന്നു കാണുവാനുള്ളത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നുള്ള വാക്യമാണ്. അക്ഷരാർത്ഥത്തിലുള്ളതായ സ്വർഗരാജ്യം അത് 1000 ആണ്ട് വാഴ്ചയാണ്. അതിലേക്ക് കടക്കുവാൻ സുവിശേഷം ആവശ്യമാണ്. അത് എസ്കറ്റോളജിയോടുള്ള ബന്ധത്തിൽ ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ നാം പറഞ്ഞു വരുന്നത് ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആത്മീയ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയാണ്, നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പത്രോസിന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് കൊടുത്തു എന്നത് വസ്തുതയാണ്. എന്ത് താക്കോലാണ് കൊടുത്തത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമായ ആ ദൈവരാജ്യത്തിലേക്ക് ജനത്തെ കയറ്റുവാനുള്ളതായ അധികാരം, അതിനുള്ളതായ താക്കോൽ, അതാണ് പത്രോസിന്റെ കയ്യിൽ കർത്താവായ യേശുക്രിസ്തു കൊടുത്തത്. ദൈവസഭയിലേക്ക് ജനത്തെ കടത്തുവാനുള്ള താക്കോൽ, അതാണ് പത്രോസിന്റെ കയ്യിൽ കൊടുത്തത്. അതെങ്ങനെയാണ് പത്രോസ് വിനിയോഗിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ ദിവസം തന്നെ പത്രോസിന്റെ അടുത്ത് വന്നതായ യഹൂദന്മാർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അതായത് അവർ കടന്നു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ വലിയൊരു മുഴക്കമുണ്ടായി, വലിയ ബഹളമുണ്ടായി, ജനമെല്ലാം ഓടിക്കൂടി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പുതുവീഞ്ഞു കുടിച്ചിട്ടുണ്ടായ ബഹളമാണ്. ഉടനെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾ പുതുവീഞ്ഞു കുടിച്ചവരല്ല. യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം നമുക്ക് വാഗ്ദത്തം തന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണിത്. പത്രോസ് ആ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടവരിൽ നല്ലൊരു പങ്ക് ആളുകൾക്ക് ഇത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പ്രാപിക്കണമെന്ന് ജനത്തിന് ആഗ്രഹമുണ്ടായി. അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഇത് പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ദൈവം വിളിച്ചു വരുത്തുന്നവരായ ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അങ്ങനെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലേക്കും അവർ കടന്നു വന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിലേക്ക് കടന്നു വന്നു. സ്വർഗരാജ്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ആത്മീയത്തിൽ ദൈവരാജ്യമാണ്, ആത്മീയത്തിൽ ദൈവത്തിന്റെ സഭയാണ്. ആ സഭയിലേക്ക് അന്ന് 3000-ഓളം ആളുകൾ കടന്നു വന്നു. ഏറെ താമസിയാതെ സംഖ്യ 5000-ആയി കൂടി. അങ്ങനെ അനുദിനം കൂടിക്കൊണ്ടിരുന്നു. അവിടെ ആദ്യത്തെ ദിവസം പത്രോസ് ആർക്കു വേണ്ടിയാണ് തുറന്നുകൊടുത്തത്? യഹൂദന്മാർക്കു വേണ്ടി. എന്താണ് തെളിവ്? ഒന്നാമത് പെസഹ പെരുന്നാളിന്, പെന്തക്കോസ്ത് പെരുന്നാളിന്, കൂടാര പെരുന്നാളിന് ഒക്കെ യെരുശലേമിൽ എത്തുന്നത് യഹൂദന്മാരോ യഹൂദ മതാനുസാരികളോ മാത്രമാണ്. ഇവിടെ പെന്തക്കോസ്ത് പെരുന്നാളാണ്. അവിടെ വന്നവർ വിളിക്കുന്നത് സഹോദരന്മാരായ പുരുഷന്മാരെ എന്നാണ്. പത്രോസും കൂട്ടരും തങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് അവർ പറയണമെങ്കിൽ അവരും യഹൂദന്മാരായിരിക്കണമല്ലോ. അങ്ങനെ പത്രോസ് അന്ന് തുറന്നുകൊടുത്തത് യഹൂദന്മാർക്കു വേണ്ടിയാണ്. ഈ താക്കോൽ എന്ന് പറയാനും ഒരു കാരണമുണ്ട്. ആ കാലത്തെ ശാസ്ത്രിമാരൊക്കെ അവരുടെ അടുത്ത് വന്ന് പഠനം പൂർത്തിയാക്കി പോകുന്ന വ്യക്തികൾക്ക് പഴയ നിയമമൊക്കെ പഠിച്ച് പരീക്ഷയെല്ലാം പാസ്സായി പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിന് പകരമായി ഒരു താക്കോലാണ് കൊടുത്തിരുന്നത്. ദൈവവചനം വ്യാഖ്യാനിക്കാനുള്ളതായ അധികാരം, അവകാശം, അറിവ് അവർക്ക് ലഭിച്ചു എന്ന് സൂചിപ്പിക്കുവാനാണ് ഈ താക്കോൽ. അരയിൽ കെട്ടുന്ന കയറിലോ വല്ലോ അത് കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുന്ന പതിവുണ്ടായിരുന്നു. ശാസ്ത്രിമാരെ കണ്ട് തിരിച്ചറിയാനുള്ള അടയാളമായി ആ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു. ആരെങ്കിലും താക്കോലുമായി കടന്നു വരുന്നെങ്കിൽ അതൊരു ശാസ്ത്രിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. യേശു പത്രോസിനോട് പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഈ ലോകത്തെ ശാസ്ത്രിമാർ അവർ പഠനം പൂർത്തിയാക്കി പോകുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ലോകത്തെ ഒരു പൂട്ടും തുറക്കുവാൻ കഴിവില്ലാത്ത വെറുമൊരു താക്കോലാണ്. നിനക്ക് ഞാൻ തരുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അങ്ങനെ പത്രോസിന് ലഭിച്ചത് സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ്, അതായത് ദൈവരാജ്യത്തിന്റെ താക്കോൽ. അതേ ആത്മീയാർത്ഥത്തിൽ ദൈവസഭയിലേക്ക് ജനത്തെ കടത്തുവാനുള്ള താക്കോലാണ്
സുവിശേഷമാണ് ആ താക്കോൽ. ജനം ചോദിക്കുന്നു, ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കണം, അതിനെന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ പത്രോസ് അവിടെ താക്കോൽ ഉപയോഗിച്ച് യഹൂദന്മാർക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ്. എന്താണ് ആ താക്കോൽ? അത് സുവിശേഷമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്കിത് ലഭിക്കും. അങ്ങനെ കർത്താവായ യേശുവിലൂടെ, മാനസാന്തരത്തിലൂടെ, വീണ്ടും ജനനത്തിലൂടെ ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ച് പത്രോസ് പറയുവാനിടയായി. ആ സുവിശേഷം, അതാണ് താക്കോൽ. അങ്ങനെ യഹൂദന്മാരായ വിശ്വാസികൾ ദൈവസഭയിലേക്ക് കടന്നു. ആ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാലം മുന്നോട്ടുപോയി. ഏറെ താമസിയാതെ ശമരിയക്കാർ ദൈവവചനം കൈക്കൊണ്ടു. അവർ സ്നാനമേറ്റു. എന്നാൽ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം അവർക്ക് ലഭിച്ചില്ല. ഫിലിപ്പോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിഞ്ഞതുമില്ല. ഉടനെ ഫിലിപ്പോസ് ആളയച്ച് പത്രോസിനെയും യോഹന്നാനെയും വരുത്തി. പത്രോസ് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് പത്രോസ് വരേണ്ടതായി വന്നത്? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമേ പത്രോസ് അവിടെ തുറന്നു കൊടുത്തിരുന്നുള്ളൂ. ഇവിടെ ഇതാ ശമരിയക്കാർ. അവർക്കുള്ളിൽ കടക്കണമെങ്കിൽ പത്രോസ് തുറന്നു കൊടുക്കണം. കാരണം പത്രോസിന്റെ കയ്യിലാണ് ദൈവം അധികാരം കൊടുത്തത്. അങ്ങനെ പത്രോസ് തുറന്നു കൊടുത്തപ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്ന ആ ദൈവരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് ശമരിയക്കാർ കടന്നു. ആ കാലത്ത് യമനന്മാരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നു. എന്നാൽ സങ്കരവർഗമായ ശമരിയക്കാരുണ്ടായിരുന്നു. ആദ്യം പത്രോസ് തുറന്നു കൊടുത്തത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. രണ്ടാമത് സങ്കരവർഗമായ ശമരിയക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. മൂന്നാമതായി ജാതികൾ അവശേഷിക്കുന്നു. ജാതികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കൊർന്നേലിയോസ് വളരെ ദൈവഭക്തിയുള്ള പുരുഷനായിരുന്നു. എന്നാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ആ ഭക്തി മതിയാകുന്നതല്ല. അതുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, നീ പത്രോസിനെ വിളിച്ച് അവന്റെ പ്രസംഗം കേൾക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അങ്ങനെ പത്രോസ് വന്നു പ്രസംഗിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ രക്തം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. യേശുവിന്റെ രക്തം മൂലം പാപമോചനം ലഭിക്കും എന്നതാണ് സുവിശേഷം. ആ സുവിശേഷം പത്രോസ് പറഞ്ഞു. പറഞ്ഞ ഉടൻ തന്നെ വാതിൽ തുറന്നു. ജാതികൾക്ക് വേണ്ടി പത്രോസ് അവിടെ വാതിൽ തുറന്നു. ജാതികൾ ഉള്ളിലേക്ക് ചാടിക്കയറുവാനിടയായി. അങ്ങനെ പത്രോസ് തനിക്ക് ലഭിച്ചതായ താക്കോൽ ഉപയോഗിച്ച് ആദ്യം യഹൂദന്മാരെയും പിന്നീട് ശമരിയക്കാരെയും മൂന്നാമതായി ജാതികളെയും ദൈവരാജ്യത്തിൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടത്തുകയുണ്ടായി. വാതിൽ തുറക്കുന്ന ജോലി മാത്രമേ ദൈവം പത്രോസിന് കൊടുത്തിട്ടുള്ളൂ. വാതിൽ അടയ്ക്കുന്നത് ദൈവമാണ്. ആ വാതിൽ ഇതുവരെയും അടഞ്ഞിട്ടില്ല. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും ലോകജാതികൾക്കും ഇന്ന് ഭയം കൂടാതെ സ്വർഗരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനുള്ളതായ അവസരം ഇവിടെ ശേഷിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. പൗലോസ് അതുകൊണ്ട് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദൻ പിന്നെ യവനൻ, അങ്ങനെ എല്ലാവർക്കും ഇത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പത്രോസിന്റെ കയ്യിൽ ലഭിച്ചത് സ്വർഗത്തിന്റെ താക്കോലല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ്. സ്വർഗരാജ്യമെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അക്ഷരാർത്ഥത്തിൽ അത് 1000 ആണ്ട് വാഴ്ചയാണ്. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ അത് ഇന്ന് ഭൂമിയിലുള്ളതായ ദൈവസഭയാണ്. ദൈവസഭയിലുള്ള നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതിലേക്കാണ് പത്രോസ് ജനത്തെ കടത്തിക്കൊണ്ടുവന്നത്. അതിനുള്ള താക്കോലാണ്, ആ താക്കോലായ സുവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു പത്രോസിന്റെ കയ്യിൽ കൊടുത്തത്. അങ്ങനെ പത്രോസ് സ്വർഗരാജ്യത്തിലേക്ക് ജനത്തെ പ്രവേശിപ്പിച്ചു. യഹൂദന്മാർ, ശമരിയക്കാർ, ലോകജാതികൾ
ഇങ്ങനെ 3 കൂട്ടരും പ്രവേശിക്കുവാനിടയായി. പിന്നെ ഒരു ഭാഗമുള്ളത്, നീ സ്വർഗ്ഗത്തിൽ കെട്ടുന്നതൊക്കെയും ഭൂമിയിലും കെട്ടപ്പെട്ടിരിക്കും, നീ സ്വർഗ്ഗത്തിൽ അഴിക്കുന്നതൊക്കെയും ഭൂമിയിലും അഴിഞ്ഞിരിക്കുമെന്ന വാക്യമാണ്. പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട ഭാഗമാണത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ആ ഭാഗത്തിലേക്ക് നാം കടക്കുന്നതാണ്. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇതുവരെ നാം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഒരിക്കൽ കൂടി പറയാം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ആദ്യമായി സ്വീകരിച്ചത്, യേശുക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് ആദ്യമായി ഏറ്റുപറഞ്ഞത് പത്രോസാണ്. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സഭയാകുന്ന ഈ മന്ദിരം, ആ മന്ദിരത്തിന്റെ ആദ്യത്തെ കല്ല് പത്രോസാണ്. പിന്നീട് അപ്പോസ്തലന്മാർ കല്ലുകളാകുന്നു. അതിന്റെ മുകളിലേക്ക് വിശ്വസിച്ച ഓരോ വ്യക്തിയും വന്നു ചേരുന്നു. ദൈവത്തിന്റെ സഭയാകുന്ന ആ മന്ദിരം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഇപ്പോഴും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് യഹൂദനും ശമരിയാക്കാരനും ലോകജാതികളിൽപ്പെട്ടവർക്കും ഉള്ളിലേക്ക് കടന്നു വരാവുന്നതാണ്. അങ്ങനെ ഉള്ളിൽ കടന്നു വരുന്നവർ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും പ്രാപിക്കും. അതാണ് സ്വർഗരാജ്യം, അല്ലെങ്കിൽ ദൈവരാജ്യം. ആത്മീയാർത്ഥത്തിലുള്ള സ്വർഗരാജ്യം, ആത്മീയാർത്ഥത്തിലുള്ള ദൈവരാജ്യം. അതിന്റെ താക്കോലാണ് പത്രോസിന്റെ കയ്യിൽ കൊടുത്തത്. പത്രോസ് അത് ഉപയോഗിക്കുകയും ചെയ്തു. ഇന്ന് വാതിൽ മലക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഇന്ന് അധികാരമുണ്ട്. അങ്ങനെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുന്നതാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിക്കൊള്ളുക. പത്രോസ് പ്രഥമ ശിഷ്യനാണ്, ആദ്യത്തെ ശിഷ്യനാണ്. അതിൽ കവിഞ്ഞ ഒരധികാരവും പത്രോസിനില്ല. ഇനി എന്തെങ്കിലുമൊക്കെ അധികാരങ്ങൾ ഉണ്ട് എന്ന് നാം വാദിച്ചാൽ പോലും അതിനെ പിന്തുടർച്ചയുമില്ല. അത് അല്പം കൂടെ വിശദമായി പറയേണ്ട വിഷയമാകിയാൽ ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി നാം വിശദമായി പഠിക്കുന്നതാണ്. എങ്ങനെയാണ് പോപ്പ് ഉണ്ടായത്, കർദിനാളന്മാരുണ്ടായത് എങ്ങനെയാണ്, അതുപോലെ പാത്രിയാർക്കീസുമാരും ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും ഉണ്ടായത് എങ്ങനെയാണ്, തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നാം വിശദമായി പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, യഹൂദന്മാർക്കും ശമരിയാക്കാർക്കും മനുഷ്യനായി പിറന്ന ഏത് വ്യക്തിക്കും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്ന ഈ ദൈവരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് ഇന്ന് കടന്നു വരാവുന്നതാണ്. അതിനായി പത്രോസ് സുവിശേഷമാകുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ വാതിൽ അടച്ചു എന്ന് വരാം. പത്രോസല്ല, ദൈവമാണ് വാതിൽ അടയ്ക്കുന്നത്. വാതിൽ അടയ്ക്കുന്നതിന് മുൻപായി അതിനുള്ളിൽ കടക്കുവാനുള്ള അവസരം ഏത് വ്യക്തിക്കുമുണ്ട്. ആ അവസരം നാം പാഴാക്കരുത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.